ടു സെറ. ഇത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് സീക്വൻസ് ആൻഡ് സീരീസിലെ പ്രീവിയസ് ഇയറിൽ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സം ഓഫ് ദ സീരീസ് സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 7/4 സോ നമുക്കറിയാം സമ്മേഷൻ എന്ന് പറയുന്നത് വേരി ചെയ്യുന്നത് n-ലാണ്. ഇവിടെ 7 എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് n ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? 7-നെ സമ്മേഷൻ ഔട്ട് പുറത്തേക്ക് എടുക്കാൻ വേണ്ടി പറ്റും. സോ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? വിച്ച് ഇസ് ഈക്വൽ ടു 7 ഇൻറ്റു സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 1/4 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 1/4 എന്ന് പറയുന്നത് എന്താണ്? ആദ്യം n-ന് 1 കൊടുക്കുന്നു, 1/4 പ്ലസ് 1/4² പ്ലസ് 1/4³ പ്ലസ് എക്സെട്ര. ഇതെന്ന് പറയുന്നതാണ് ഒരു ജോമെട്രിക് സീരീസ് ആണ് വിത്ത് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1/4 ആൻഡ് കോമൺ റേഷ്യോ എന്ന് പറയുന്നത് 1/4. സോ നമുക്കറിയാം ഈ ജോമെട്രിക് സീരീസ് എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ജോമെട്രിക് സീരീസ് ആണ്. നമ്മൾ n ഗോസ് ടു ഇൻഫിനിറ്റി ആണ്. സോ ഇൻഫൈനൈറ്റ് ജോമെട്രിക് സീരീസ് ആണ്. ഇൻഫൈനൈറ്റ് ജോമെട്രിക് സീരീസിന്റെ സം എന്ന് പറയുന്നത് സം ഓഫ് ഇൻഫൈനൈറ്റ് ജോമെട്രിക് സീരീസ് എന്ന് പറയുന്നത് a/1 - r ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് വരും? a എന്ന് പറയുന്നത് 1/4/1 - r 1/4. സോ നമുക്ക് എന്ത് വരും? 1/4 ഡിവൈഡ് ബൈ, നമ്മൾ ഇതിനെ 1 - 1/4 എന്ന് പറഞ്ഞാൽ എന്താണ്? 3/4 ഡിവൈഡ് ബൈ 3/4. സോ നമുക്കറിയാം ഡിവൈഡ് ചെയ്തതിന് പകരം എന്ത് ചെയ്താൽ മതി? റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 1/4 ഇൻറ്റു ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എന്താണ്? 3/4 ആണ്. റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു 4/3. സോ നമുക്ക് എന്ത് കിട്ടും? 4ഉം 4ഉം ക്യാൻസൽ ആയിട്ട് പോകും. ബാക്കി നമുക്ക് വരാം 1/3 വരും. സോ നമ്മുടെ ഈ ജോമെട്രിക് സീരീസിന്റെ സം എന്ന് പറയുന്നത് എന്താണ്? 1/3 ആണ്. ഇനി അതിന്റെ കൂടെ നമുക്ക് എന്തുണ്ട്? പുറത്തൊരു 7 കൂടി ഉണ്ട്. സോ നമ്മുടെ സമ്മേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 7/3 ആയിരിക്കും. സോ ഇതാണ് സം ഓഫ് ദ സീരീസ് സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 7/4 എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദ സീരീസ് ഡൈവേർജസ്. സോ ഓൾറെഡി ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞതാണ് ഒരുപാട് ടെസ്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. സോ ഏത് ടെസ്റ്റാണ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ കറക്റ്റ് മനസ്സിലാക്കണം. ഇവിടെ നമുക്ക് എന്താണ് കാണിക്കേണ്ടത്? ഡൈവേർജസ് ആണ് കാണിക്കേണ്ടത്. സോ ഡൈവേർജന്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഏത് ടെസ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്? നമുക്കറിയാം nth ടേം ടെസ്റ്റ് നമുക്കറിയാം. എന്താണ് nth ടേം ടെസ്റ്റ്? nth ടേം ടെസ്റ്റ് എന്ന് പറയുന്നത് സീരീസ് കൺവേർജന്റ് ആണെങ്കിൽ nth ടേം കൺവേർജസ് ടു 0 ആയിരിക്കും. സോ ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു സീരീസ് കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. സോ നമ്മുടെ an എന്താണ്? നമ്മുടെ an എന്ന് പറയുന്നത് ഇതാണ്. an ഈക്വൽ ടു 2n/3n - 1. സോ നമ്മുടെ ഈ സീരീസ് കൺവേർജന്റ് ആണെങ്കിൽ nth ടേം ആയിട്ടുള്ള an എവിടത്തേക്ക് പോകണം? കൺവേർജസ് ടു 0 ആയിരിക്കും. സോ നമ്മൾ an കൺവേർജസ് ടു 0 ആണോ നോക്കാം. സോ an കൺവേർജസ് ടു എങ്ങോട്ടേക്കാണ്? നമുക്ക് an എങ്ങനെ എഴുതാം? n-നെ 2n ഡിവൈഡ് ബൈ n ഇൻറ്റു 3 - 1/n എന്ന് എഴുതാം. അതായത് ഡിനോമിനേറ്ററിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? n-നെ കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു. സോ നമ്മൾക്കിനി എന്ത് ചെയ്യാം? n ക്യാൻസൽ ആയിട്ട് പോകും. ബാക്കി നമുക്ക് വരാം 2/3 - 1/n. ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി നമുക്ക് എന്തറിയാം? 1/n ടെൻസ് ടു 0. സോ ഈ 1/n എവിടത്തേക്ക് പോകും? 0ലേക്ക് പോകും. ബാക്കി നമുക്ക് ഇവിടെ എന്താണ് വരാം? 2/3 ആണ് വരാം. സോ വിച്ച് ഇസ് ഈക്വൽ ടു 2/3. സോ നമുക്ക് എന്താണ് കിട്ടേണ്ടത്? നമ്മുടെ സീരീസ് കൺവേർജന്റ് ആണെങ്കിൽ nth ടേം ടെസ്റ്റ് പ്രകാരം nth ടേം എവിടത്തേക്ക് കൺവേർജ് ചെയ്യണം? 0ലേക്ക് പോകണം. പക്ഷെ നമ്മുടെ nth ടേം കൺവേർജ് ചെയ്യുന്നത് 2/3ലേക്കാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? നമ്മുടെ സീരീസ് കൺവേർജന്റ് അല്ല, ഡൈവേർജന്റ് ആണ് എന്ന് പറയാൻ വേണ്ടി പറ്റും. സോ ഇതാണ് nth ടേം ടെസ്റ്റ് യൂസ് ചെയ്ത് നമ്മൾ സീരീസ് ഡൈവേർജന്റ് ആണെന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഒരു സീരീസ് തന്നിട്ടുണ്ട്. സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 2n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു n ഫാക്ടോറിയൽ. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഇത് നമുക്ക് സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 2n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n ഫാക്ടോറിയൽ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നമ്മൾ ഈ ഒരു സീരീസിന്റെ കൺവേർജൻസ് പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൺവേർജൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ടെസ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്? നമ്മളുടെ കയ്യിൽ ഒരുപാട് ടെസ്റ്റുകളുണ്ട്. റൂട്ട് ടെസ്റ്റ്, റേഷ്യോ ടെസ്റ്റ്, nth ടേം ടെസ്റ്റ്, കമ്പാരിസൺ ടെസ്റ്റ്. സോ ഈ ഇത്രയും ടെസ്റ്റുകളിൽ നമ്മൾ ഏത് ടെസ്റ്റാണ് യൂസ് ചെയ്യുന്നതാണ് നമ്മൾക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത്. സോ
പൊതുവേ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഫാക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരു ഫ്രാക്ഷൻ ആയിട്ടാണ് ഉള്ളത്. സോ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുക റേഷ്യോ ടെസ്റ്റ് ആണ്. അതാണ് കുറച്ചും കൂടി നമുക്ക് എളുപ്പമായിട്ട് വരാം. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ട്, അവിടെ ഫാക്ടേഴ്സ് അല്ല ഫാക്ടോറിയൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ പവർ വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? റേഷ്യോ ടെസ്റ്റ് ആണ്. ഇവിടെ നമ്മുടെ എ എൻ എന്താണ്? എ എൻ എന്ന് പറയുന്നത് n ഈക്വൽ ടു 2n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n ഫാക്ടോറിയൽ സ്ക്വയർ. ഇവിടെ നോക്കാം, ന്യൂമറേറ്ററിൽ ഫാക്ടോറിയൽ ഉണ്ട്, ഡിനോമിനേറ്ററിൽ ഫാക്ടോറിയൽ ഉണ്ട്, അതുപോലെ തന്നെ പവർ ഉണ്ട്, ഒരു കോഷ്യന്റ് ഫോമിലാണ് ഇതുള്ളത്. സോ ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്താണ്? റേഷ്യോ ടെസ്റ്റ് ആണ്. ഇനി എന്താണ് റേഷ്യോ ടെസ്റ്റ്? നമ്മൾ കണ്ടുപിടിക്കുന്നത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an പ്ലസ് 1 ഡിവൈഡ് ബൈ an ആണ് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അത് ലെസ് ദാൻ 1 ആണെങ്കിൽ കൺവേർജൻ, ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഡൈവേർജൻ, ഈക്വൽ ടു 1 ആണെങ്കിൽ ടെസ്റ്റ് ഫെയിൽസ്. ഇതാണ് എന്ത്? നമ്മുടെ റേഷ്യോ ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് an പ്ലസ് 1 കണ്ടുപിടിക്കാം. an പ്ലസ് 1 ഈക്വൽ ടു നോക്കാം, ഇതാണ് നമ്മുടെ an. സോ an പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്നിന് പകരം നമ്മൾ എന്ത് ഇട്ട് കൊടുക്കണം? n പ്ലസ് 1 ഇട്ട് കൊടുക്കാം. സോ 2n പ്ലസ് 1 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n പ്ലസ് 1 ഫാക്ടോറിയൽ സ്ക്വയർ. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ബ്രാക്കറ്റുകൾ ശ്രദ്ധിക്കണം. അതായത് ഇവിടെ 2n പ്ലസ് 1 നമ്മൾ സാധാരണ പോലെ തന്നെ 2n പ്ലസ് 1 എഴുതിയാൽ നമുക്ക് തെറ്റാണ് കിട്ടുക. കാരണം എന്നിന്റെ പകരം നമ്മൾ എന്ത് റീപ്ലേസ് ചെയ്യുന്നത്? n പ്ലസ് 1 റീപ്ലേസ് ചെയ്യുന്നത്. സോ 2 ഇൻറ്റു n പ്ലസ് 1 ഹോൾ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n പ്ലസ് 1 ഫാക്ടോറിയൽ സ്ക്വയർ. അതാണ് an പ്ലസ് 1. ഇനി ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an പ്ലസ് 1 ഡിവൈഡ് ബൈ an. നമ്മുടെ an പ്ലസ് 1 നമ്മുടെ കയ്യിലുണ്ട്, ഇതാണ് നമ്മുടെ an പ്ലസ് 1. സോ 2 ഇൻറ്റു ബ്രാക്കറ്റിനുള്ളിലാണ് നമുക്ക് എന്തുള്ളത്? n പ്ലസ് 1 ഉള്ളത്. സോ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ 2n പ്ലസ് 2 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n പ്ലസ് 1 ഫാക്ടോറിയൽ സ്ക്വയർ, അല്ലെങ്കിൽ n പ്ലസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു n പ്ലസ് 1 ഫാക്ടോറിയൽ നമുക്ക് എഴുതാം. ഓക്കെ, ഇതാണ് എന്ത്? ഇതാണ് നമ്മുടെ an പ്ലസ് 1 എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണ്ടത് an പ്ലസ് 1 ഡിവൈഡ് ബൈ an ആണ്. സോ നമ്മൾക്കറിയാം ഡിവൈഡ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ an കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം an-ന്റെ റെസിപ്രോക്കൽ കൊണ്ട് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ an-ന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ സ്ക്വയർ, അതായത് n ഫാക്ടോറിയൽ ഇൻറ്റു n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2n ഫാക്ടോറിയൽ. സോ ഇതാണ് റെസിപ്രോക്കൽ ഓഫ് an. അതായത് നമ്മളിവിടെ an-നെ കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് പകരം എന്ത് ചെയ്താൽ മതി? അതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ഇതാണ് നമ്മുടെ an പ്ലസ് 1 ഡിവൈഡ് ബൈ an എന്ന് പറയുന്നത്. ഇനി ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്താണ് സംഭവിക്കുന്നത്? ആ ലിമിറ്റ് വാല്യൂ എന്താണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടുന്ന് ഒരുപാട് ടേംസ് ക്യാൻസൽ ആയിട്ട് പോകും. സോ അതെന്തൊക്കെയാണ് ക്യാൻസൽ ആവുക നമുക്ക് അതിന് കണ്ടുപിടിക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു, ഇവിടെ നോക്കാം, നമുക്ക് 2n പ്ലസ് 2 ഹോൾ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ഇതിന് നമുക്ക് 2n ഫാക്ടോറിയൽ ഇൻറ്റു 2n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 2 എന്ന് എഴുതാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ 10 ഫാക്ടോറിയൽ നമ്മൾ എങ്ങനെ എഴുതാം? 10 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 8 ഫാക്ടോറിയൽ ഇൻറ്റു 9 ഇൻറ്റു 10 ആണ്. അതുപോലെ തന്നെ ഈ 2n പ്ലസ് 2 എന്ന് പറയുന്നത് 2n-നേക്കാളും വലുതാണ്. സോ നമുക്ക് എന്ത് എഴുതാം? ഇതിനെ 2n ഫാക്ടോറിയൽ ഇൻറ്റു ബാക്കി ടേംസ് 2n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 2 എന്ന് എഴുതാം. ഇനി നമുക്ക് ഡിനോമിനേറ്ററിൽ ഓൾറെഡി എന്തുണ്ട്? ഒരു 2n ഫാക്ടോറിയൽ ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? 2n ഫാക്ടോറിയലും 2n ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്യാം. ബാക്കി നമുക്ക് അവിടെ ന്യൂമറേറ്ററിൽ വരാം 2n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 2. ഇനി അതുപോലെ തന്നെ നമുക്ക് ന്യൂമറേറ്ററിൽ എന്തുണ്ട്? n ഫാക്ടോറിയൽ ഇൻറ്റു n ഫാക്ടോറിയൽ ഉണ്ട്. ഡിനോമിനേറ്ററിൽ എന്തുണ്ട്? n പ്ലസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു n പ്ലസ് 1 ഫാക്ടോറിയൽ. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇവിടെയും n പ്ലസ് 1 എന്ന് പറയുന്നത് n-നേക്കാളും വലുതാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? n പ്ലസ് 1-നെ n-ന്റെ ടേമിലേക്ക് മാറ്റാം. അതായത് n പ്ലസ് 1 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? n പ്ലസ് 1 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ഇൻറ്റു n പ്ലസ് 1 ആണ്. സോ അങ്ങനെ എടുക്കുന്ന സമയത്ത് ഡിനോമിനേറ്ററിൽ നിന്ന് ഒരു n ഫാക്ടോറിയലും ന്യൂമറേറ്ററിൽ നിന്ന് ഒരു n ഫാക്ടോറിയൽ ക്യാൻസൽ ആയിട്ട് പോകും. ബാക്കി നമുക്ക് വരാം ഡിനോമിനേറ്ററിൽ ഒരു n പ്ലസ് 1 വരും.
അതുപോലെ തന്നെ അടുത്ത n പ്ലസ് വൺ ഫാക്ടോറിയലും പ്ലസ് വൺ ഫാക്ടോറിയൽ നമുക്ക് ഒരു n ഫാക്ടോറിയലും ന്യൂമറേറ്ററിൽ നിന്നുള്ള അടുത്ത n ഫാക്ടോറിയൽ എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻസൽ ചെയ്ത് കളയാൻ വേണ്ടി പറ്റും. ബാക്കി നമുക്ക് ഡിനോമിനേറ്ററിൽ വരെ എന്താണ് n പ്ലസ് വൺ ആണ്. സോ ഇതിന്റെ ലിമിറ്റ് കണ്ടുപിടിച്ചാൽ മതി. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 2n പ്ലസ് വൺ ഇൻറ്റു 2n പ്ലസ് ടു ഡിവൈഡ് ബൈ n പ്ലസ് വൺ ഇൻറ്റു n പ്ലസ് വൺ. ഇനി ലിമിറ്റ് കണ്ടുപിടിക്കുന്ന നമ്മൾ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യുന്നു. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഓക്കെ, ന്യൂമറേറ്ററിലെ ഫസ്റ്റ് ടേം നമ്മൾ നോക്കുകയാണെങ്കിൽ 2n പ്ലസ് വൺ ആണ്. സോ 2n പ്ലസ് വണ്ണിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, n കോമൺ ആയിട്ട് പുറത്തെടുക്കാം. സോ നമുക്ക് വരാം n ഇൻറ്റു 2 പ്ലസ് 1 ബൈ n. സെക്കൻഡ് ടേമിൽ നമ്മൾ n പുറത്തെടുക്കുന്നു, n ഇൻറ്റു 2 പ്ലസ് 2 ബൈ n. ഓക്കെ, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ നമ്മൾ ഇതേ പ്രോസസ് ചെയ്യുന്നു, n പുറത്തെടുക്കുന്നു, n ഇൻറ്റു 1 പ്ലസ് 1 ബൈ n, n ഇൻറ്റു 1 പ്ലസ് 1 ബൈ n. ഇനി ക്യാൻസൽ ആയിട്ട് പോകുന്ന സാധനങ്ങൾ നോക്കാം. എന്തൊക്കെയാണ് ക്യാൻസൽ ആയിട്ട് പോവാം? n ക്യാൻസൽ ആയിട്ട് പോകും. സോ നമുക്ക് ബാക്കി വരാം വരുന്ന എന്താണ്, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 2 പ്ലസ് 1 ബൈ n ഇൻറ്റു 2 പ്ലസ് 2 ബൈ n ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 ബൈ n ഇൻറ്റു 1 പ്ലസ് 1 ബൈ n. സോ ഇതാണ് നമുക്ക് ബാക്കി വരാം. ഇനി ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി നമുക്കറിയുന്ന കാര്യമാണ്, ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ n എന്ന് പറയുന്നത് കൺവേർജസ് ടു 0 ആണ്, ടെൻസ് ടു 0 ആണ്. സോ ഈ സെക്കൻഡ് ടേം 0 ആയിട്ട് പോകും. ഇവിടെയും 2 ടൈംസ് 1 ബൈ n, 2 ബൈ n എന്ന് പറഞ്ഞാൽ 2 ടൈംസ് 1 ബൈ n ആണ്. 1 ബൈ n കൺവേർജസ് ടു 0 ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടും, 2 ബൈ n കൺവേർജസ് ടു 0 ആയിരിക്കും. സോ ന്യൂമറേറ്ററിൽ ബാക്കി വരാം 2 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലും 1 ബൈ n 0ലേക്ക് പോകും, ഇവിടെയും 1 ബൈ n എവിടത്തേക്ക് പോകും, 0ലേക്ക് പോകും. ബാക്കി നമുക്ക് വരാം 1 ഇൻറ്റു 1. സോ 1 ഇൻറ്റു 1 വിച്ച് ഇസ് ഈക്വൽ ടു 4. സോ നമുക്കിപ്പോൾ എന്താണ് കിട്ടിയത്, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an പ്ലസ് 1 ഡിവൈഡ് ബൈ an എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി, 4 ആണെന്ന് കിട്ടി. സോ നമ്മുടെ റേഷ്യോ ടെസ്റ്റ് പ്രകാരം നമ്മൾക്ക് ലിമിറ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഡൈവേർജസ് ആയിരിക്കും. സോ ഇവിടെ നമുക്ക് 4 ആണ് കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും, സീരീസ് ഡൈവേർജസ് എന്ന് പറയാൻ വേണ്ടി പറ്റും. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ഐഡിയ എന്ന് പറയുന്നത്, ഇവിടെ നോക്കാം ഫാക്ടോറിയൽ ഉണ്ട്, അതുപോലെ തന്നെ ഫ്രാക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുക എന്തായിരിക്കും, റേഷ്യോ ടെസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡൈവേർജസ് എന്ന് കിട്ടും. ഇനി നമ്മൾക്ക് ഇതൊരു ഐഡിയ മാത്രമാണ്, ഒരു ടെക്നിക്കാണ്. ഫാക്ടോറിയൽ ഉണ്ട്, ഫ്രാക്ഷൻസ് ആണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുക. നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുക ഇവിടുന്നായിരിക്കും, റേഷ്യോ ടെസ്റ്റിനായിരിക്കും. പകരം നമുക്ക് ഒരു സീരീസ് അതിന്റെ പവറിൽ ഇങ്ങനെ ഹോൾ റേസ് ടു n അങ്ങനെയൊക്കെ വരുന്ന സമയം നമ്മൾ എന്ത് യൂസ് ചെയ്യും, റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്യും. അടുത്തൊരു പ്രോബ്ലം നോക്കാം നമുക്ക്. ഫൈൻഡ് ദ സം ഓഫ് ദ സീരീസ് സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 4 ഡിവൈഡ് ബൈ 4n മൈനസ് 3 ഇൻറ്റു 4n പ്ലസ് 1. സോ ഞാൻ ആദ്യം ഈ ഒരു ഫ്രാക്ഷനെ സിംപ്ലിഫൈഡ് ഫോം വേറൊരു ഫോമിലേക്ക് മാറ്റാൻ പറ്റുമോ നോക്കാം. അതായത് ഡിനോമിനേറ്റർ നോക്കാം. ഡിനോമിനേറ്ററിൽ എന്താണുള്ളത്, 4n മൈനസ് 3 ഇൻറ്റു 4n പ്ലസ് 1 ആണ്. സോ തൽക്കാലം ഞാൻ 1 ബൈ 4n മൈനസ് 3 മൈനസ് 1 ബൈ 4n പ്ലസ് 1 എടുത്തെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഇങ്ങനെ എടുത്താൽ എനിക്ക് എന്താണ് കിട്ടിയത്, നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എന്താണ് ക്രോസ് മൾട്ടിപ്ലൈ, 1 ഇൻറ്റു 4n പ്ലസ് 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 4n പ്ലസ് 1 മൈനസ്, ഇവിടെ മൈനസ് ആണ് ഉള്ളത്, സോ മൈനസ്. അടുത്തത് 1 ഇൻറ്റു 4n മൈനസ് 3. സോ 4n മൈനസ് 3 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 4n മൈനസ് 3 ഇൻറ്റു 4n പ്ലസ് 1. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ന്യൂമറേറ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 4n മൈനസ് 4n ക്യാൻസൽ ആയിട്ട് പോകും. ബാക്കി നമുക്ക് വരാം 1 മൈനസ് മൈനസ് 3. സോ 1 മൈനസ് മൈനസ് 3 എന്ന് പറയുന്ന സമയത്ത് എന്താവും, ഈ മൈനസും മൈനസും കൂടി പ്ലസ് ആയിട്ട് മാറും. സോ 1 പ്ലസ് 3 4 എന്ന് കിട്ടും നമുക്ക്.
സോ 4 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്താണ് 4n മൈനസ് 3 ഇൻറ്റു 4n പ്ലസ് 1 എന്ന് കിട്ടും. ഓക്കെ, ഇത് നോക്ക്, ഇതെന്താണ്? ഇതാണ് നമ്മുടെ എ എൻ. ക്വസ്റ്റ്യനിലേക്ക് നോക്കുകയാണെങ്കിൽ അതാണ് നമ്മുടെ എ എൻ. 4 ഡിവൈഡ് ബൈ 4n മൈനസ് 3 ഇൻറ്റു 4n പ്ലസ് 1. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? 4 ഡിവൈഡ് ബൈ 4n മൈനസ് 3 ഇൻറ്റു 4n പ്ലസ് 1നെ എങ്ങനെ മാറ്റി എഴുതാം? ഇങ്ങനെ മാറ്റി എഴുതാൻ വേണ്ടി പറ്റും. സോ അത് മാറ്റി എഴുതുന്നു. സോ നമ്മുടെ സീരീസ് എന്തായിട്ട് മാറും? നമ്മുടെ സീരീസ് എന്ന് പറയുന്നത് സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 1 ബൈ 4n മൈനസ് 3 മൈനസ് 1 ബൈ 4n പ്ലസ് 1 എന്നായിട്ട് മാറും. ഓക്കെ, ഇനി ആ ഒരു സീരീസ് കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. സോ അതിനു വേണ്ടി സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എന്നുള്ള കൺസെപ്റ്റ് എടുക്കാം. എൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എസ് എൻ എന്ന് പറയുന്നത് എന്താണ്? 1 ബൈ 4n മൈനസ് 3 മൈനസ് 1 ബൈ 4n പ്ലസ് 1. ഞാനൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. അതായത് ആദ്യം എന്നിന് 1 കൊടുക്കുന്നു. സോ സോറി, ഇത് നമ്മുടെ എന്താണ്? ഇത് നമ്മുടെ എ എൻ ആണ്. ഓക്കെ, എസ് എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? n വരെ നമ്മൾ ആഡ് ചെയ്യണം. സോ എസ് എൻ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ എന്ത് കൊടുക്കാം? എന്നിന് 1 കൊടുക്കാം. എന്നിന് 1 കൊടുക്കാം, നമുക്ക് എന്ത് കിട്ടും? 1 ഡിവൈഡ് ബൈ 4 മൈനസ് 3. അതായത് 4 മൈനസ് 3 1 ആണ്. സോ 1 മൈനസ് ഇവിടെ എന്നിന് 1 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 1 ബൈ 5. സോ 1 മൈനസ് 1 ബൈ 5 ഓക്കെ പ്ലസ് ഫസ്റ്റ് ടൈം ആഡ് ചെയ്തു. നമ്മുടെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എന്താണ്? സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ടേംസ് ആഡ് ചെയ്യണം. നമ്മൾ ഫസ്റ്റ് ടൈം ആഡ് ചെയ്തു. സെക്കൻഡ് ടൈം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എന്നിന് 2 കൊടുക്കാം. സോ എന്നിന് 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 4 ഇൻറ്റു 2 8, 8 മൈനസ് 3 5 വരും. സോ 1 ബൈ 5 മൈനസ് ഇവിടെ എന്താ വരാം? 4 ഇൻറ്റു 2 8 പ്ലസ് 1 9 വരും. മൈനസ് 1 ബൈ 9 പ്ലസ് ഇനി എന്നിന് 3 കൊടുക്കാം. 3 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 4 ഇൻറ്റു 3 12, 12 മൈനസ് 3 9 വരും. സോ 1 ബൈ 9 മൈനസ് ഇവിടെ 1 ബൈ 13 പ്ലസ് എക്സെട്ര. നമുക്ക് ലാസ്റ്റ് ടേം എന്താ വരാം? nth ടേം എന്ന് പറയുന്നത് 1 ബൈ 4n മൈനസ് 3 മൈനസ് 1 ബൈ 4n പ്ലസ് 1 എന്ന് വരും. ഇനി ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഈ ഒരു മൈനസ് 1 ബൈ 5ഉം അതുപോലെ തന്നെ 1 ബൈ 5 എന്തായിട്ട് പോകും? ക്യാൻസൽ ആയിട്ട് പോകും. അതുപോലെ തന്നെ മൈനസ് 1 ബൈ 9ഉം 1 ബൈ 9ഉം ക്യാൻസൽ ആയിട്ട് പോകും. അതായത് ഇതിന്റെ ഫസ്റ്റ് ടേം തൊട്ട് മുമ്പത്തെ ടേമുമായിട്ട് ക്യാൻസൽ ആയിട്ട് പോയി. ഇതിലെ ഫസ്റ്റ് ടേം തൊട്ട് മുമ്പത്തേതായിട്ട് ക്യാൻസൽ ആയിട്ട് പോയി. അങ്ങനെ പോവുകയാണെങ്കിൽ ഇതിലെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നതും തൊട്ട് മുമ്പത്തെ ടേമുമായിട്ട് ക്യാൻസൽ ആയിട്ട് പോകും. സോ നമുക്ക് ബാക്കി വരാം ഈ ഒരു ടേമാണ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് ക്യാൻസൽ ആവാണ്ട് ഇവിടെ ഒരു 1 ബാക്കിയുണ്ട്. സോ 1 മൈനസ് ഇവിടെയുള്ള ബാക്കിയുള്ള ടേം 1 മൈനസ് 1 ബൈ 4n പ്ലസ് 1. സോ ഇതാ എന്താണ്? nth പാർഷ്യൽ സം ആണ്. സീക്വൻസ് ഓഫ് പാർഷ്യൽ സം nth പാർഷ്യൽ സം ആണ്. ഇനി ഇത് എവിടത്തേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്? അതാണ് നമ്മുടെ സം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സീരീസിന്റെ വാല്യൂ എന്ന് പറയുന്നത് ആക്ച്വലി ഇതിന്റെ മീനിങ് എന്താണ്? കണ്ടിന്യൂസ് നമ്മൾ സം എടുക്കാം. എന്നിന് 1 കൊടുക്കുന്നു, പ്ലസ് എന്നിന് 2 കൊടുക്കുന്നു, പ്ലസ് എന്നിന് 3 കൊടുക്കുന്നു, പ്ലസ് അങ്ങനെ ഇൻഫിനിറ്റി വരെ ആഡ് ചെയ്യുന്ന പറയുന്നതിന് പകരം നമുക്ക് ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? നമ്മൾ ക്ലാസ്സിൽ പഠിച്ചാണ് സീരീസിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് കൺസിഡർ ചെയ്യുന്നു. ആ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എവിടത്തേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്? അതാണ് നമ്മുടെ സീരീസിന്റെ വാല്യൂ എന്ന് പറയുന്നത്. സോ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എന്ന് പറയുന്നത് എന്താണ്? S1, S2, S3, S4. അത് നമ്മളൊരു സീക്വൻസ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സീക്വൻസിലെ nth ടേം ആണ് Sn എന്ന് പറയുന്നത്. സോ ഒരു സീക്വൻസ് എവിടത്തേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത് നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? n ടെൻസ് ടു ഇൻഫിനിറ്റി nth ടേം എവിടത്തേക്ക് പോകുന്നു നോക്കിയാൽ മതി. സോ n ടെൻസ് ടു ഇൻഫിനിറ്റി നമ്മുടെ Sn എവിടത്തേക്ക് പോകുന്നതാണ് നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടത്? നോക്കേണ്ടത്. സോ ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി നമുക്കറിയുന്ന കാര്യമാണ്. ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ n ടെൻസ് ടു 0. ഓക്കെ, അതായത് n ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് എന്താണ്? 1 ബൈ n എന്ന് പറയുന്ന സമയത്ത് ഡിനോമിനേറ്റർ ആണ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നത്. സോ നമുക്ക് എന്ത് കിട്ടും?
0 കിട്ടും. അതുപോലെ തന്നെ n ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് 4n എവിടത്തേക്കാണ് പോവുക? 4n ഇൻഫിനിറ്റിയിലേക്ക് പോകും. 4n പ്ലസ് 1 ഇൻഫിനിറ്റിയിലേക്ക് പോകും. അതായത് നമുക്ക് ഇവിടെ ഡിനോമിനേറ്റർ ഫുൾ ആയിട്ട് എവിടത്തേക്ക് പോകും? ഇൻഫിനിറ്റിയിലേക്ക് പോകും. അപ്പോൾ നമുക്ക് 1/∞ എന്ന് പറയുന്നത് എന്താണ്? 0 വരും. സോ സെക്കൻഡ് ടേം ഫുൾ നമുക്ക് എന്തായി പോയി? 0 ആയി പോയി. ബാക്കിയുള്ളത് എന്താണ്? ഫസ്റ്റ് ടേം 1. സോ കൺവേർജസ് ടു 1. സോ നമ്മുടെ സം ഓഫ് ദ സീരീസ് എന്ന് പറയുന്നത് എന്താണ്? 1 ആയിരിക്കും. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ഐഡിയ എന്താണ്? സം ഓഫ് ദ സീരീസിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? അതിന്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ്, അതാണ് നമ്മുടെ സീരീസിന്റെ സം എന്ന് പറയുന്ന കൺസെപ്റ്റ്. അതാണ് സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എവിടത്തേക്കാണ് പോകുന്നത്? ആ പോകുന്ന ഒരു പോയിന്റ്, അതാണ് നമ്മുടെ സം വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടെസ്റ്റ് ഫോർ ദ കൺവേർജൻസ് ഓഫ് സീരീസ് 1, 3, 5 etc. 2n minus 1 divided by 4 raised to n, 2 raised to n, n factorial. സോ ഓൾറെഡി പറഞ്ഞാണ് ഇവിടെ എന്താണ്? ഫാക്ടോറിയൽ ഉണ്ട്, അതുപോലെ തന്നെ പവേഴ്സ് ഉണ്ട്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ ഐഡിയ ആണ് ഫാക്ടോറിയലും അതുപോലെ തന്നെ പവേഴ്സും അതുപോലെ തന്നെ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്താണ് കൂടുതൽ യൂസ് ചെയ്യാം? റേഷ്യോ ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുക. സോ നമുക്ക് ഇവിടെ ഒന്ന് റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്ത് നോക്കാം. അതായത് an equal to 1 into 3 into 5 into etc. 2n minus 1 divided by 4 raised to n, 2 raised to n, n factorial. റേഷ്യോ ടെസ്റ്റ് എന്താണ്? an plus 1 divided by an. സോ an plus 1 എന്താണ്? an plus 1 equal to 1 into 3 into 5 into etc. n-ന്റെ പകരം എന്ത് ഇട്ട് കൊടുക്കാം? n plus 1 ഇട്ട് കൊടുക്കാം. n plus 1 minus 1 divided by 4 raised to n plus 1, 2 raised to n plus 1, n plus 1 factorial. Okay, so which is equal to 1 into 3 into 5 into etc. ഇവിടെ നോക്കുകയാണെങ്കിൽ 2 into n plus 1 ആണ്. നമ്മൾ ബ്രാക്കറ്റ് റിമൂവ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 2n plus 2 കിട്ടും. സോ ഇതെന്ന് പറയുന്നത് എന്താണ്? ഇതെന്ന് പറയുന്നത് 2n plus 2. ഇവിടെ ഒരു -1 ഉണ്ട്. സോ നമുക്ക് എന്താണ് കിട്ടുക? 2n plus 1 കിട്ടും. സോ എക്സെട്ര 2n plus 1 divided by 4 raised to n plus 1, 2 raised to n plus 1, അതുപോലെ തന്നെ n plus 1 factorial. ഓക്കെ, ഇനി നമുക്കറിയാം ഈ ന്യൂമറേറ്റർ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? എല്ലാം ഓഡ് നമ്പേഴ്സ് ആണ്. സോ ഒരു ഓഡ് നമ്പർ അറിയാം, നമുക്ക് നെക്സ്റ്റ് ഓഡ് നമ്പർ അങ്ങനെ കണ്ടുപിടിക്കാം. 2 ആഡ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഒരു ഓഡ് നമ്പർ അറിയാമെങ്കിൽ 2 സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? തൊട്ട് മുമ്പത്തെ ഓഡ് നമ്പർ കിട്ടും. സോ ഇവിടെ 2n plus 1 ആണ് ഓഡ് നമ്പർ. അതിന് മുമ്പത്തെ ഓഡ് നമ്പർ എന്താവും? അതിനൊരു 2 മൈനസ് ചെയ്താൽ മതി. അതായത് 2n plus 1 minus 2 എന്ന് പറയുന്നത് എന്താണ്? 2n minus 1. സോ ഇതിന് തൊട്ട് മുമ്പത്തെ ഓഡ് നമ്പർ എന്തായിരിക്കും? 2n minus 1. ഓക്കെ, സോ നമുക്ക് റേഷ്യോ ടെസ്റ്റ് പ്രകാരം നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ലിമിറ്റ് n tends to infinity an plus 1 divided by an എന്താണെന്ന് കണ്ടുപിടിക്കണം. സോ an plus 1 നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. 1 into 3 into 5 into etc. 2n minus 1 into 2n plus 1 divided by 4 raised to n plus 1, 2 raised to n plus 1, n plus 1 factorial. ഇനി ഡിവൈഡഡ് ബൈ an ആണ്. a നമ്മുടെ കയ്യിൽ ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ an. സോ നമ്മൾ എന്ത് ചെയ്യും? an-നെ കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് പകരം നമ്മൾ എന്താണ് ചെയ്യുന്നത്? അതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ റെസിപ്രോക്കൽ എടുക്കുന്ന സമയത്ത് ഈ ഡിനോമിനേറ്റർ എന്തായിട്ട് മാറും? ന്യൂമറേറ്ററിലേക്ക് പോകും. അതായത് ഇൻറ്റു 4 raised to n, 2 raised to n, n factorial divided by ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിലേക്ക് പോകും. അതായത് 1 into 3 into etc. 2n minus 1. സോ നമുക്ക് എന്ത് കിട്ടും? 1 into 3 into 5 into etc. 2n minus 1. ഓക്കെ, ഇനി നോക്കുകയാണെങ്കിൽ ഇവിടെ ന്യൂമറേറ്ററിൽ 1 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട് എക്സെട്ര 2n minus 1 വരെ ഉണ്ട്. ഡിനോമിനേറ്ററിലും 1, 3, 5 എക്സെട്ര 2n minus 1 വരെ ഉണ്ട്. സോ അതൊക്കെ ക്യാൻസൽ ആയിട്ട് നമുക്ക് ബാക്കി എന്താ വരാം? ന്യൂമറേറ്ററിൽ ഒരു 2n plus 1 ബാക്കി വരും. സോ ലിമിറ്റ് n tends to infinity 2n plus 1. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ന്യൂമറേറ്ററിൽ ഒരു 4 raised to n ഉണ്ട്, ഡിനോമിനേറ്ററിൽ 4 raised to n plus 1 ഉണ്ട്. സോ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതായത് ഈ 4 raised to n plus 1 എങ്ങനെ എഴുതാം? 4 raised to n into 4 എന്ന് എഴുതാം. സോ 4 raised to n 4 raised to n ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്താണ് വരിക?
4 വരും. സോ ഡിനോമിനേറ്ററിൽ ബാക്കി വരാം ഒരു 4 വരും. അതുപോലെ തന്നെ ന്യൂമറേറ്ററിൽ 2n ഉണ്ട്, ഡിനോമിനേറ്ററിൽ 2n+1 ഉണ്ട്. ഒരു 2 അവിടെ എക്സ്ട്രാ ഉണ്ട്. സോ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? ഡിനോമിനേറ്ററിൽ ഒരു 2 എക്സ്ട്രാ വരും. ഇനി ബാക്കി നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ളത് എന്താണ്? ന്യൂമറേറ്ററിൽ n ഫാക്ടോറിയൽ ഉണ്ട്, ഡിനോമിനേറ്ററിൽ n+1 ഫാക്ടോറിയൽ ഉണ്ട്. സോ n+1 നമുക്കറിയാം n-നേക്കാളും വലുതാണ്. അതുകൊണ്ട് തന്നെ n+1 ഫാക്ടോറിയൽ നമുക്ക് എന്ത് എഴുതാൻ വേണ്ടി പറ്റും? n ഫാക്ടോറിയൽ ഇൻറ്റു n+1 എന്ന് എഴുതാം. സോ n ഫാക്ടോറിയലും n ഫാക്ടോറിയലും ക്യാൻസൽ ആയിട്ട് നമുക്ക് ബാക്കി എന്ത് വരും? n+1 വരും. സോ ക്യാൻസലേഷൻ ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ ഇതാ കിട്ടുക ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 2n+1 ഡിവൈഡ് ബൈ 4 × 2 × n+1. ഓക്കെ, ഇനി which is equal to ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ന്യൂമറേറ്ററിൽ നിന്ന് എന്ത് ചെയ്യുന്നു? n കോമൺ ആയിട്ട് പുറത്തെടുക്കാം. സോ n × 2 + 1/n ഡിവൈഡ് ബൈ 8 × n × 1 + 1/n. ഓക്കെ, ഇനി n ക്യാൻസൽ ആയിട്ട് പോകും. ബാക്കി നമുക്ക് വരാം ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 2 + 1/n ഡിവൈഡ് ബൈ 8 × 1 + 1/n. ആസ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി നമുക്ക് എന്തറിയാം? 1/0 പോകും. സോ ന്യൂമറേറ്ററിൽ ബാക്കി 2 വരും. ഇവിടെ 1/0 പോകും. സോ ഡിനോമിനേറ്ററിൽ ബാക്കി 8 വരും. സോ നമുക്ക് എന്ത് കിട്ടും? 2/8 കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 1/4. 1/4 എന്ന് പറയുന്നത് എന്താണ്? <<1 ആണ്. <<1 ആയതുകൊണ്ട് തന്നെ നമ്മുടെ സീരീസ് എന്ന് പറയുന്നത് എന്താണ്? കൺവേർജൻസ് ആയിരിക്കും. സോ സീരീസ് കൺവേർജൻസ് യൂസിങ് റേഷ്യോ ടെസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ സമ്മേഷൻ n = 1 to infinity 1/n minus 1/n² whole raised to n. സോ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് പവറിൽ ഒരു n ഹോൾ റേസ് ടു n ഒക്കെ വരുന്നത് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുക റൂട്ട് ടെസ്റ്റ് ആണ്. സോ റൂട്ട് ടെസ്റ്റ് എന്താണ് പറയുന്നത്? ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി an raised to 1/n നമ്മൾ കണ്ടുപിടിക്കുന്നു. അത് എവിടത്തേക്കാണ് കൺവേർജ് ചെയ്യുന്നത്? അതിന്റെ ബേസിസിൽ നമ്മൾ കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ എന്ന് പറയാം. സോ വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി, നമ്മുടെ an എന്ന് പറയുന്നത് എന്താണ്? 1/n മൈനസ് 1/n² ഹോൾ റേസ് ടു n. ഇനി ഇതാണ് നമ്മുടെ an ഹോൾ റേസ് ടു 1/n എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്താണ് സംഭവിക്കുക? ഈ റേസ് ടു n-ഉം റേസ് ടു 1/n-ഉം ക്യാൻസൽ ആയിട്ട് പോകും. ബാക്കി നമുക്ക് വരാം ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1/n മൈനസ് 1/n². സോ ആസ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1/n എവിടത്തേക്ക് പോകും? 0 പോകും. 1/n² 0 പോകും. സോ നമുക്ക് എന്താണ് കിട്ടുക? 0 കിട്ടും. സോ ലിമിറ്റ് എന്ന് പറയുന്നത് <<1 ആണ്. <<1 നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? കൺവേർജൻസ് എന്ന് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഇതാണ് റേഷ്യോ ടെസ്റ്റ് വെച്ച് നമ്മൾ സീരീസ് കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ ചെക്ക് ചെയ്യാം. സോ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് ടെസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഓൾറെഡി പറഞ്ഞ പോലെ ഒരു ടെക്നിക്കാണ് ഫാക്ടോറിയൽ, ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ, അതുപോലെ തന്നെ പവേഴ്സ് ഒക്കെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുക എന്താണ്? റേഷ്യോ ടെസ്റ്റ് ആണ്. ഇനി പവറിൽ n ഹോൾ റേസ് ടു n ഒക്കെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുക എന്താണ്? റൂട്ട് ടെസ്റ്റ് ആണ്. കാരണം എന്താണ്? റൂട്ട് ടെസ്റ്റ് നമ്മൾ ഹോൾ റേസ് 1/n എടുക്കുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് എന്താവും? ഈ n-ഉം 1/n-ഉം ക്യാൻസൽ ആയിട്ട് പോകും. സോ അങ്ങനെയുള്ള കേസുകൾ നമ്മൾ എന്ത് ചെയ്യും? റൂട്ട് ടെസ്റ്റ് യൂസ് ചെയ്യും. അല്ലെങ്കിൽ നമുക്കൊരു സീരീസ് ഡൈവേർജന്റ് ആണെന്ന് കാണിക്കണമെങ്കിൽ, ജസ്റ്റ് ഡൈവേർജന്റ് ആണെന്ന് കാണിക്കുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്താൽ മതി? nth ടേം ടെസ്റ്റ് യൂസ് ചെയ്താൽ മതി. സോ ഈ ഐഡിയാസ്, ഈ ടെക്നിക്സ് ഒക്കെ ഓർത്തു വെക്കാം.